കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് 2023 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 11ാമത്തെ പാർട്ട് ബിയിൽ വരുന്ന 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻകം ഓഫ് എ ഡിസേബിൾഡ് ഇൻഡിവിജ്വൽ ഫോർ ദി അസസ്മെന്റ് ഇയർ 2022-23 കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ്: ഇൻകം ഫ്രം ബിസിനസ് 1,26,000, 1/3 share from AOP 25,000, 1/5 share from a firm 21,000, interest on government securities 10,000, income from lottery 4,40,000. Compute is net tax liability for the assessment year 2022-23. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നെറ്റ് ടാക്സ് ലാബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന് ജസ്റ്റ് ഹെഡിങ് കൊടുക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഇതിൽ ഓരോ ഹെഡുകളും നമ്മൾ എടുത്തിരുന്നു. ഇൻകം ഫ്രം സാലറി ഇല്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇല്ല. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇൻകം ഫ്രം ബിസിനസ് ആണ് വരുന്നത്. ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, ഇൻകം ഫ്രം ബിസിനസ് തന്നത് എത്രയാണ്? 1,26,000 ആണ് ഇൻകം ഫ്രം ബിസിനസ് തന്നത്. പിന്നെ നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് AOP ആണ്. 1/5 ഷെയർ ഓഫ് AOP. ഇത് എക്സംപ്റ്റഡ് ആണ്. ഇനി മൂന്നാമത്തെ വന്നത് ഫേമിന്റെ ഷെയർ ആണ്. ഈ ഫേമിന്റെതും എന്താണ്? ഫേമിന്റെ കേസിലും എക്സംപ്റ്റഡ് ആണ് ഷെയർ ഓഫ് ഫേം എന്ന് പറയുന്നത്. അപ്പൊ അതും എടുക്കണ്ട. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇവിടെ വരുന്നത് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് തന്നത് എത്രയാണ്? 10,000 ആണ് ഇൻട്രസ്റ്റ്. ദെൻ അതേപോലെ ലോട്ടറി വരുന്നുണ്ട്. ലോട്ടറി തന്നത് എത്രയാണ്? 4,40,000 ആണ്. ഇത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4,50,000 എന്ന് കിട്ടും. ടോട്ടൽ ഔട്ടർ കോടത്തിലേക്ക് കൊടുക്കുന്നു 4,50,000. 4,50,000ഉം 1,26,000 നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 5,76,000 എന്ന് കിട്ടും. ഈ കിട്ടുന്നത് എന്താണ്? GTI ആണ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദി ഇൻകം ഓഫ് എ ഡിസേബിൾഡ് ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത്. ഡിസേബിൾഡ് ആവുമ്പോൾ നമുക്ക് 80U പ്രകാരം എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80U മാക്സിമം എത്ര വരെ കിട്ടും? 75,000 വരെ കിട്ടും. അവിടെ സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000ഉം ഡിസബിലിറ്റിക്ക് എത്ര വരും? ഡിസേബിൾഡ് ആണെങ്കിൽ 75,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അപ്പൊ ടോട്ടൽ ഇൻകം എത്ര വരും? കണ്ടു കഴിഞ്ഞാല് ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു 5,01,000 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ 5,01,000 ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിന്റെ ടാക്സ് കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടിയിട്ടുള്ള എത്രയാണ്? ടോട്ടൽ ഇൻകം ഈസ് ഈക്വൽ ടു 5,01,000 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സ് ലയബിലിറ്റി കാണാൻ ഇവിടെ ലോട്ടറി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോട്ടറിയുടെ 30% ആണ് ടാക്സ് വരിക. അതിന്റെ സെപ്പറേറ്റ് നമ്മൾ ടാക്സ് കാണും. ലോട്ടറി എത്രയാണ്? ഇവിടെ 4,40,000 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ 30% ആണ് ടാക്സ് റേറ്റ്. ശതമാനം കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 1,32,000 എന്ന് നമുക്ക് ടാക്സ് കിട്ടും. ഇനി നമ്മൾ ബാലൻസ് എമൗണ്ട് കാണും. ടാക്സ് ഓൺ ബാലൻസ്. ഇത് ബാലൻസ് എന്ന് പറയുന്നത് 5,100,000 നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 5,01,000 നിന്നും 4,40,000 മൈനസ് ചെയ്യണം. അപ്പൊ ഇവിടെ ബാലൻസ് എത്രയുണ്ടാവും? 61,000 എന്ന് മാത്രമേ ഉണ്ടാകും. അപ്പൊ ഈ 61,000 എന്തുണ്ടാവില്ല? ടാക്സ് ഉണ്ടാവില്ല. കാരണം ഫസ്റ്റ് 2,50,000 വരെ ടാക്സ് എന്താണ്? നില്ലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ടാക്സ് എത്രയാണ്? 1,32,000 എന്ന് കിട്ടും. 1,32,000 ആണ് ടോട്ടൽ വരുന്നത്. ഇനി ഇതിന്റെ കൂടെ എന്തിനെ ആഡ് ചെയ്യണം? നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സിനെ ആഡ് ചെയ്യണം. എത്ര പെർസെന്റേജ്? 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സിനെ ആഡ് ചെയ്യണം 1,32,000. അതായത് 5,280 എന്ന് നമുക്ക് കിട്ടും. അതായത് എത്ര വരും? 1,37,280 എന്ന് കിട്ടും. ഇനി ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് ലോട്ടറി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ലോട്ടറിയുടെ കേസിൽ TDS അപ്ലിക്കബിൾ ആണ്. അതായത് ടാക്സ് ഡിഡക്റ്റഡ് ടു സോഴ്സ്. എത്രയാണ് ലോട്ടറിയുടെ ടാക്സ് വരുന്നത്? 1,32,000 ആണ്. ഈ 1,32,000 എന്ത് കിട്ടും? TDS കിട്ടും. TDS എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ടാക്സ് അടച്ചിട്ടാണ് നമുക്ക് ലോട്ടറി എമൗണ്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സ് നമ്മൾ ഇതിന്
ഇനി അടയ്ക്കേണ്ടതില്ല, അതുകൊണ്ടാണ് 1,32,000 നമ്മൾ TDS കൊടുക്കുന്നത്. അപ്പൊ ബാലൻസ് കണ്ടു കഴിഞ്ഞാൽ 5,280 എന്ന് വരും. ഇനി കൊടുക്കേണ്ട ടാക്സ് എത്രയാണ്? ടാക്സ് പേബിൾ ഈസ് ഈക്വൽ ടു 5,280 ആണ് ഇനി കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഇതിന്റെ ടാക്സ് ലയബിലിറ്റി കാണേണ്ടത്, ടോട്ടൽ ഇൻകം കാണേണ്ടത്. ഷെയർ ഫ്രം AOPയും അതേപോലെ ഫേമും എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.